ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പ്രൈവറ്റ് ഷെഫ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ജോലി എന്താണ്, ദിവസം എന്താണ് നടക്കുന്നത് എന്നെല്ലാമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തെ കാര്യം കാണിച്ചു തരുന്നത്. രാവിലെ തന്നെ നേരത്തെ പൂജകളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നവധാന്യ ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ഗണപതിയെ വെച്ചു പൂജകൾ അന്നത്തെ ദിവസം രാവിലെ തുടങ്ങിയത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയ കാര്യം മുതൽ കാണിച്ചു തരണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പൂജയുടെ കാര്യങ്ങൾ തൊട്ട് ഞാൻ കാണിച്ചു തന്നത്. എവറിത്തിങ് ഈസ് ഡൺ, എല്ലാം കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കണ്ണേട്ടം പോയി. കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഉച്ചയ്ക്ക് ഇവിടെ ലഞ്ചിൻ്റെ മെനു ഓർഡർ ഉണ്ടായിരുന്നു. അതിന് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മട്ടയരിച്ചോറ്, അതേമാതിരി തന്നെ നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള മോരുകറി, പിന്നെ വൻപയർ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു മസാല പോലെ. പിന്നെ ഉള്ളത് ക്യാബേജ് കൂട്ട്, അതായത് കടലപ്പരിപ്പ് ഇട്ടിട്ടുള്ള ക്യാബേജ് കൂട്ട്, പിന്നെ ബീട്രൂട്ട് തോരൻ. അവർ തന്നെ നമുക്ക് കണ്ടെയ്നേഴ്സ്, ടിഫിൻ ബോക്സ് എല്ലാം തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു. അവരുടെ ആൾ വന്നു കൊണ്ടുപോയി. ഉച്ചയ്ക്ക് ആ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ മനുവിനുള്ള കാര്യം സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ ഞാൻ ലെമൺ ഫിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലെമൺ ഫിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരം മുള്ളില്ലാത്ത മീനിലും നമുക്കിത് ഉണ്ടാക്കാം. ഞാനിത് സീ ബീം, അതേമാതിരി സീ ബാസ്, ഏത് വേണമെങ്കിലും നല്ലതാണ്. ഞാൻ ഒരു ഫില്ലേ സീ ബീമും ഇന്നൊരു ഫില്ലേ സീ ബാസും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ നല്ല ഗുഡ് സോഴ്സ് ഓഫ് ഒമേഗ ഉണ്ട്. അപ്പോൾ അവന് ഭയങ്കര നല്ലതാണ് ഈ ഒരു സമയത്ത്. അതിനെ ഒന്ന് നന്നായിട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൈദയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞാൽ മതി. ഓക്കെ, കുടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലേശം എണ്ണ ഒഴിച്ചാൽ മതി. ലേശം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ അപ്പുറം ഇപ്പുറം ഒന്ന് വറുത്തെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ഫിഷാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഞാൻ നാരകത്തിൻ്റെ ഇലയാണ് ഇട്ടിരിക്കണത്. എന്നിട്ട് നല്ലപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നാരകത്തിൻ്റെ ഇലയാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മീനിനെ ഒന്ന് വറുത്ത് എടുക്കണം നല്ലപോലെ, അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്നുള്ള രീതിയിൽ. നമ്മൾ ഈ ഇത്രയും വലിയ രീതിയിലല്ല മീൻ കൊടുക്കാൻ പോകുന്നത്, നമ്മൾ മുറിക്കും. ഓക്കെ, വറുത്തിട്ട് മുറിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കാം, വിച്ച് ഈസ് ദ ലെമൺ സോസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബട്ടർ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗാർലിക്കും നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ നാരകത്തിൻ്റെ ഇലയും കൂടിയിട്ടുള്ളതുണ്ടല്ലോ, അതും കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്യുക. ആ നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയുടെ മാവാണ്. അതായത് നമ്മളൊരു സോസ് കൺസിസ്റ്റൻസിയാണ് ആക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് സോട്ടേ ചെയ്യുന്നത്. ഓക്കെ, മൈദയുടെ പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമണം പോകുന്നവരേക്കും നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു റൂ കൺസിസ്റ്റൻസിയാണ് എടുക്കാൻ പോകുന്നത്. നല്ലൊരു സോസ് കൺസിസ്റ്റൻസിയിലാണ് ആക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായിട്ട് കട്ട കുത്തിയില്ലോ എന്നുള്ള രീതിയിൽ, പക്ഷേ അല്ല. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതാവുന്ന സമയത്ത് ആ മൈദ നന്നായിട്ട് വെന്ത ആ ഒരു നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടുള്ള ആ ഒരു ഇത് നല്ലോണം അങ്ങനെ കൺസിസ്റ്റൻസി നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരും. അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ബട്ടർ എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശം നമുക്ക് ആ വേണ്ട, അതായത് മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കൺസിസ്റ്റൻസി നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നീട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയാവും. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് വരും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വേണ്ട അളവിലേക്ക്. അപ്പോൾ നല്ല പുളി ഉണ്ടല്ലോ, അപ്പോൾ ആ നാരകത്തിൻ്റെ പുളി മാത്രമല്ല, നമ്മൾ ഒരു നമ്മുടെ നാരങ്ങയും കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ച് പുളി കൂടിയിട്ടുള്ള ഒരു മീനിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും എന്തായാലും.
പിന്നെ ഒരു ക്യൂബും കൂടി ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്യൂബും കൂടി ബട്ടർ ഇട്ട് കൊടുത്ത് അതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ലേശം വെള്ളം പോലുള്ള കൺസിസ്റ്റൻസി ആണെങ്കിലും കുഴപ്പമില്ല, ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും. ഇനി നമ്മളിതിലേക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനിനെ നിങ്ങൾക്ക് വേണ്ട അളവിന് നിങ്ങൾക്ക് ആക്കാം. വേണ്ട അളവിൽ ഞാൻ ഓരോരോ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബോൺലെസ് ഫിഷ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ഇങ്ങനെയാണ് നമ്മളത് വെക്കാൻ പോകുന്നത്. ഈ ഫിഷ് ഇനി ഇതിൽ ഇരുന്നിട്ട് ആ കംപ്ലീറ്റ് സോസും അങ്ങോട്ട് അബ്സോർബ് ആവും. അതാണ് നമ്മൾ ബോൺലെസ് ആയിട്ട് എടുക്കാൻ കാരണം. മുള്ളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബോൺലെസ് ഫിഷിൽ മാത്രം ഇത് ചെയ്യുക. അത് മാത്രമേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഒരു 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അത് നല്ലപോലെ അബ്സോർബ് ആയിരിക്കും. പ്ലെയിൻ റൈസിൻ്റെ കൂടെ കുറച്ചൊന്ന് ഫിഷ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ സോസും കൂട്ടി കഴിക്കാനുണ്ടല്ലോ, ഇൻഫാക്റ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെസിപ്പി. അത്രയും സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് എനിക്ക് വൈകുന്നേരം ഈവൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ് എൻ്റെ റുട്ടീൻ പോകുന്നത്. ഇന്ന് ദുബായിലായിരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ഷെഫിങ്ങിനുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ മനുവിന് ചോറ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൈവറ്റ് ഷെഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവൻറ്റോ ഒരു പാർട്ടിയോ ഒരു സോഫ്റ്റ് ലോഞ്ചോ അങ്ങനെ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലോ ഇല്ലെങ്കിൽ ആ ഈവൻറ്റിൻ്റെ സ്ഥലത്തോ നമ്മൾ ഒരു പ്രൈവറ്റായിട്ട് ഒരു ഷെഫിനെ അവർ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള മെനു നമ്മൾ അവിടെ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സ്റ്റാർട്ടർ തൊട്ട് ഒരു ഡിസേർട്ട് വരയ്ക്കും തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ അവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റപ്പ് അവരുടെ ഒരു കോസി ആയിട്ടുള്ള രീതിയിൽ വേണോ ഇല്ല എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെയുള്ള കംപ്ലീറ്റ് സെറ്റപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ ഡെയിലി ബേസിസിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ദുബായിലാണ്. ഞാൻ എല്ലാ ദിവസവും നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ ദിവസവും എനിക്ക് പല സ്ഥലങ്ങളിലായിരിക്കും. അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ചട്നി നിങ്ങൾ കാണുന്നുണ്ട്. അതിന് വേണ്ട കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ചെയ്ത് ചട്നി ഉണ്ടാക്കിയിട്ട് അതിനെ കോണിൽ നിറച്ചിട്ട് ഞാൻ എൻ്റെ എന്താണ് പറയുക ഐസ് ബോക്സസിൽ റെഡിയാക്കി വെക്കും. സോ ഇങ്ങനത്തെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകും. അല്ല കംപ്ലീറ്റ് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ ഈവൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഈവൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുന്ന ഏകദേശം സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൾക്കാർ പറയുമ്പോൾ വിചാരിക്കും കാട്ടിക്കൂട്ടുകയാണ് എന്ന്. കാട്ടിക്കൂട്ടലല്ല മക്കളെ, ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ വരുന്നത്. രാവിലെ പുലർച്ചെ 3 മണിയായി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടേക്ക് പാത്രങ്ങളായിട്ടും എല്ലാം തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നാളെ രാവിലെ പുതിയൊരു ദിവസം പുതിയ കാര്യങ്ങൾ വീണ്ടും അതേ പ്രൈവറ്റ് ഷെഫിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇനി ഒന്ന് പോയിട്ട് കുളിച്ച് സമാധാനമായിട്ട് അങ്ങോട്ട് ഉറങ്ങുക. അപ്പോൾ ഇനി എത്ര സമയമുണ്ട് ഉറങ്ങാൻ? കുറച്ച് നേരമേ ഉള്ളൂ നമുക്ക് ഉറങ്ങാൻ, എന്നാലും സമാധാനമായിട്ട് ഉറങ്ങും. ഹായ്, അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പ്രൈവറ്റ് ഷെഫ് നിങ്ങൾ കണ്ടു അല്ലേ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എന്താണ് ഇനി ഈ പ്രൈവറ്റ് ഷെഫിംഗ് എന്ന് പറഞ്ഞാൽ എന്ന്. സോ അതാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. സോ ഇതാണ് എല്ലാ ദിവസവും നടക്കാറുള്ളത്. ദുബായിലായിരുന്നു എന്ന് മാത്രം, ആ ഒരു സംഭവം കാണിച്ചു തന്നത് ദുബായിലായിരുന്നു എന്ന് മാത്രം. ഇപ്പൊ ഞാൻ പോവായി, എന്താണ് പറയാ, ഇറങ്ങായി. ഇനി പോയി തിരിച്ച് വരാൻ ഏകദേശം ഇതേ സമയം തന്നെയാവും. ഇന്ന് കുറച്ച് നേരത്തെ വരാൻ തോന്നുന്നു. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഈവന്റ് ഏകദേശം ഒരു 2 o'clock ആകുമ്പോഴേക്കും വൈൻഡ് അപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 2 o'clock കഴിഞ്ഞാൽ ഏകദേശം ഒരു 2:45, 3 ആകുമ്പോഴത്തേക്ക് എത്താം.
അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യം. അപ്പോൾ ഒരു ദിവസം ഉള്ളത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നു. അപ്പോൾ രാവിലെ നേരത്തൊക്കെ ഞാൻ ദുബായിലുള്ള കാര്യങ്ങൾ, അതായത് എനിക്ക് ഇവിടെയുള്ള ഓർഡേഴ്സാണ് ഞാൻ ചെയ്യുന്നത്. വൈകുന്നേരം നേരങ്ങളിലാണ് ഈവൻസും കാര്യങ്ങളുമായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് പ്രൈവറ്റ് ഷെഫിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, അനുവദിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ പറയണോ എന്ന് തോന്നും, പക്ഷെ യെസ് പറയണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, അത് എന്നെ മാത്രം അല്ല, പല ആൾക്കാരെയും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആൾക്കാരെന്ന് ഞാൻ പറയില്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. ഒരുപാട് പേരെന്ന് ഞാൻ പറയുകയില്ല, കുറച്ച് കൗണ്ടബിൾസ്. ഓക്കെ, എന്നാലും ആ കൗണ്ടബിൾസിന് ആൻസർ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വരുന്ന മെസ്സേജസ് അല്ലെങ്കിൽ ഇടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊക്കെ വിനീസ് കിച്ചൺ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ തീരെ നന്നായിട്ടില്ല. നിങ്ങളെ കാണാൻ നന്നല്ല, നിങ്ങളുടെ ഫേസിലെ ഗ്ലോ ഒക്കെ പോയി. ആദ്യമൊക്കെ എന്താണ് പറയാ, വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഗ്ലോ ഉണ്ടായിരുന്നു, നല്ല മുഖമൊക്കെ നല്ല ഗ്ലോ ഉണ്ടായിരുന്നു, വെളുത്തിട്ടായിരുന്നു എന്നുള്ളതൊക്കെ. ഇപ്പൊ നിങ്ങളുടെ ചാനൽ കാണാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് വിനി. എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്കാണ് ഏറ്റവും സൂപ്പർ. ഒന്നും വിചാരിക്കരുത് വിനി, നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ. ഇനി പറയാനുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങളൊരു കാര്യം ഒരാളുടെ അടുത്ത് പറയണതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല, ആ ആൾക്ക് വിഷമം വരുമോ, ഇല്ലെങ്കിൽ മറ്റേ ആളെ നമ്മൾ വേദനിപ്പിക്കുകയാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചില്ല. നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടില്ല അല്ലേ? പിന്നെ ആ ലാസ്റ്റ് ഡയലോഗിന്റെ ആവശ്യമില്ല, വിഷമിക്കരുത് കേട്ടോ എന്ന്. വിഷമിച്ചോ വിഷമിച്ചില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞു. അത് വിഷമിക്കാനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് നിങ്ങൾക്കും അറിയാം. റൈറ്റ്? ബോഡി ഷേമിംഗ് പല വിധത്തിലാണ്. ഇതും ഒരു ടൈപ്പ് ഓഫ് ബോഡി ഷേമിംഗ് ആണ്. ഒരു 10 കൊല്ലം മുമ്പാണ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം വിജയിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ എനിക്കുള്ള കാര്യമായി, ഇരുന്ന് കരയലായി, ബഹളായി, പൂവലായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയലായി. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ 10 കൊല്ലം മുമ്പ്. ഒരുപാട് ബോഡി ഷേമിംഗ് കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു, എന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, വിനീസ് കിച്ചൺ എന്ന് പറയുന്ന ഈ യൂട്യൂബ് എന്റെ വീട്, എന്റെ ആൾക്കാര്, എന്റെ ഫാമിലി, എന്റെ കുടുംബമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ ഉള്ളിൽ എത്ര നെഗറ്റിവിറ്റി കയറണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ, സോ ഈ പറയാനുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യമേ പറയാനുള്ളൂ. യെസ്, വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന സമയത്ത് ഉറങ്ങാം, എനിക്ക് തോന്നുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാം, എല്ലാം ഞാൻ ചെയ്തു. കഴിഞ്ഞ 18 കൊല്ലായിട്ട്, കല്യാണം കഴിഞ്ഞ് 20 കൊല്ലമായി, 18 കൊല്ലായിട്ട് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഈ കുടുംബത്തിൽ ഇരുന്ന ഒരാളാണ്. എല്ലാപ്പോഴും ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, എനിക്കും ജോലിക്ക് എന്റേതായിട്ടുള്ള പ്രൊഫഷൻ, പാഷനെ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണം കണ്ണേട്ട. ആ ഒരു സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ണേട്ടനോട് പറയണ്ടായിരുന്നത്. യെസ്, 1 കൊല്ലം മുമ്പ് ഞാൻ എന്റെ വിനീസ് കിച്ചൺ ഈവന്റ് ആൻഡ് മാനേജ്മെന്റ് കേറ്ററിംഗ് സർവീസ് LLC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം ഞാൻ ഇന്ന് ഇവിടെ തുടങ്ങി. അതിനുള്ള ധൈര്യം ഞാൻ കണ്ടെത്തി. ഞാൻ തന്നെയാണ് അവിടുത്തെ എല്ലാം. ഞാൻ തന്നെയാണ് CEO, ഞാൻ തന്നെയാണ് ഫിനാൻസ്, ഞാൻ തന്നെയാണ് HR, ഞാൻ തന്നെയാണ് ക്ലീനർ, ഞാൻ തന്നെയാണ് പാത്രം കഴുകുന്നത്, ഞാൻ തന്നെയാണ് കഷ്ടം മുറിക്കുന്നതും. ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഒറ്റയ്ക്ക് തന്റെ ഇടത്തോട് കൂടിയിട്ട് ഒരു സ്ത്രീക്ക് അത് കൊണ്ട് നടത്താം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേയറ്റം ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, സോ 1 കൊല്ലമായി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്റെ ജോലി എന്ന് പറയുന്നത് തീയിൽ നിൽക്കുന്നത് തന്നെയാണ്. 24 മണിക്കൂറും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രീ പ്രിപ്പറേഷൻസും ഈ ബാക്കിയുള്ള കാര്യങ്ങളും 5 മണിക്ക് ഇല്ലെങ്കിൽ 5:30 തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 3 മണി വരയ്ക്കുമാണ് ഞാൻ തീയിന്റെ അടുത്ത് നിൽക്കുന്നത്. ഗ്ലോ കുറഞ്ഞു എന്ന് വരും, നന്നായിട്ടില്ല എന്ന് തോന്നും, കാണാൻ നന്നായിരിക്കില്ല, കാണുമ്പോൾ ഭംഗി കുറവുണ്ടാവാം. ഓക്കെ, ക്യാരക്ടേഴ്സിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ചാനലിലിടുന്ന കണ്ടന്റിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാട്ടിക്കൂട്ടലല്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ എന്റെ ചാനലിനെ കൊണ്ടുപോകുന്നത്. റൈറ്റ്? അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ എങ്ങനെയാണോ, ഞാൻ മേക്കപ്പ് ഇടാതെയും ആഭരണം ഇടാതെയും നൈറ്റിയിലും മുടിമോളിൽ കെട്ടിയിട്ടും ഒക്കെ ഞാൻ വന്ന് ഇരുന്നിട്ടുണ്ട്. എനിക്ക് മടിയില്ല.
എന്താ വെച്ചാൽ എന്റെ കുടുംബത്തിൽ ഞാൻ വന്നിരുന്നാൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ആൾക്കാര് അതുപോലെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചാനൽ കാണാൻ നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, എത്രയോ ആൾക്കാർ, നല്ല ഭംഗിയുള്ള ആൾക്കാരുണ്ട്, എത്രയോ നല്ല കണ്ടന്റ് തരുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരു 42 വയസ്സായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഷെഫ് ആയിട്ടുള്ള വിനീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു വിനീസ് കിച്ചന്റെ ഒരു പ്രൈവറ്റ് ഷെഫ് ആയിട്ടുള്ള വിനി എന്ന് പറയുന്ന ഷെഫ് വിനിയുടെ ചാനലാണ്. ചിലപ്പോൾ ഭംഗിക്കുറവൊക്കെ ഉണ്ടായി എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. പറഞ്ഞിട്ട് പോവുക, ഇല്ലെങ്കിൽ പറയാതെ പോവുക, ഒരു കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പലവരെയും ചെയ്യും. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നിങ്ങളുടെ അടുപ്പ് ഉള്ളവരെയും പല ആൾക്കാരെയും നിങ്ങൾ ഇത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതും ഒരു തരത്തിലുള്ള ബോഡി ഷേമിംഗ് ആണ്. ഈ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വിനി ഉത്തരം പറയണം. കുടുംബത്തിലേക്ക് കയറി വന്ന് നമ്മുടെ കൂടെ ഫാമിലിയാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു വിധത്തിലും ഒരു തേർഡ് പേഴ്സണിനെ പോലും നിങ്ങൾ വേദനിപ്പിക്കണു എന്നറിഞ്ഞാൽ ഞാൻ ഇടപെടും, എന്തായാലും ഇടപെടും. അപ്പൊ എന്നെ തന്നെ പറയണു എന്ന് കാണുന്ന സമയത്ത് ഞാൻ സംസാരിക്കില്ലേ, പറയില്ലേ? എല്ലാം പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ അവകാശമുണ്ട്. നിങ്ങൾ എഴുതിക്കോളൂ. വിനി ഇപ്പൊ ഒന്നും കാണാൻ തീരെ നന്നല്ല കേട്ടോ, ഈ ചാനൽ കാണാൻ തന്നെ പിടിക്കണില്ല. ശരി വിനി, ഇതുവരെയ്ക്കും ഞങ്ങൾ ഉണ്ടായിരുന്നു, താങ്ക് യു, ബൈ. ഒന്നും വിചാരിക്കരുത് കേട്ടോ, ആ ഡയലോഗ് വേണ്ട. അത് വേറെ ആരെടുത്തെങ്കിലും പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ നോ പറയാൻ ഒരുപാട് 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 വിഷമിച്ചിട്ടാണ് ഞാൻ ആ നോ എന്ന് പറയുന്ന വാക്കിനെ ഞാൻ പഠിച്ചെടുത്തത്. അപ്പൊ ഇന്ന് ഈ ഒരു നിലയില് ഞാൻ വന്ന് നിൽക്കേണ്ട എന്റെ മാനസികാവസ്ഥയിൽ കൊണ്ടുവന്ന് ഞാൻ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ താഴത്തേക്ക് പോകാൻ ഒരു വിധത്തിലും ഞാൻ തയ്യാറല്ല മക്കളെ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വിനീസ് കിച്ചൺ ഇത്രയും സമയമെടുത്ത്, ഇത്ര കൊല്ലായി, 5 കൊല്ലായോ നമ്മൾ തുടങ്ങിയിട്ട്? 5 കൊല്ലമായിട്ട് എവിടെ എത്തേണ്ടതാണ്? മില്യൺസ് കടക്കേണ്ടതാണല്ലോ, എനിക്ക് ഗോൾഡൻ ബട്ടൺ കിട്ടേണ്ടതാണല്ലോ. ഒരു പ്രാവശ്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ തരും. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന കണ്ടന്റ് ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലായിരിക്കും. ഒരു വേഷക്കെട്ടിനും ഞാനില്ല. എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ചിട്ട പ്രകാരമാണ് എന്റെ ഈ കുടുംബത്തിനെ കൊണ്ടുപോകാൻ എനിക്കിഷ്ടം. യെസ്, എന്റെ ജീവിതത്തിൽ ഒരുപാട് ചിട്ടയോട് കൂടിയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യം വന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ നാളെ മേലാൽ വേറൊരാളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നെ ചെയ്തു, എന്നെ പറഞ്ഞു, അത് ഡോണ്ട് കെയർ ആയിട്ട് 1 എമംഗ് ആയിട്ട് നിങ്ങൾ പോവും എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി, ആള് തെറ്റി, ആള് മാറി, അത് പറയുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോ ഒരുപാട് കുഴപ്പങ്ങളുള്ള, കാണാൻ തീരെ ഭംഗിയില്ലാത്ത ഒരു 42 വയസ്സുകാരുടെ യൂട്യൂബ് ചാനലാണിത്. ഓക്കെ, ആൻഡ് ഇന്ന് ഞാൻ എന്റെ കരിയറിൽ 1 കൊല്ലം കഴിഞ്ഞു വിനീസ് കിച്ചൺ തുടങ്ങിയിട്ട്. അറിയോ നിങ്ങൾക്ക്? വിനീസ് കിച്ചന്റെ ഞാൻ ഈ കമ്പനി തുടങ്ങിയിട്ട് 1 കൊല്ലായി. ഞാൻ എന്റെ ലൈസൻസ് റിന്യൂ ചെയ്തു. അപ്പോ ലൈസൻസ് റിന്യൂ ചെയ്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. എന്റെ ഭർത്താവിന്റെ അടുത്ത് പോയിട്ട്, പേടിക്കണ്ട കേട്ടോ കണ്ണേട്ടാ, ഞാനുണ്ട് സഹായിക്കാൻ, എന്തുണ്ടെങ്കിലും പറയൂ, നമുക്ക് ഷെയർ ചെയ്യാട്ടോ. ഇത്രകാലം ഞാൻ ആഗ്രഹിച്ചിരുന്ന അതാണ്. കണ്ണേട്ടൻ വിഷമിക്കണ്ട കേട്ടോ, കണ്ണേട്ടന്റെ ഈ ബാധ്യത ഞാൻ എടുക്കാട്ടോ എന്ന് പറയാനുള്ള രീതിയിൽ ഇന്ന് ഈശ്വരൻ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു. അതിനുള്ള കടപ്പാട് എനിക്ക് ഒരുപാടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ അടുത്ത്. എന്തിനാണെന്നറിയോ? അവരെല്ലാവരും എന്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, വിനി ടാലന്റ് ഉണ്ട്, പുറത്തേക്ക് വരണം ഈ കംഫർട്ട് സോണിൽ നിന്ന്. ഈ ഒരു കംഫർട്ട് സോണും വെച്ചോണ്ട് വിനി ഇരിക്കരുത്. എന്നാണ് ഈ ബിസിനസ് തുടങ്ങാൻ പോണത്? ഇനി വയസ്സ് 10:42 ഇനി എപ്പോഴാ തുടങ്ങാൻ പോവാ? ഞാനും വിചാരിച്ചു മനു പോവാനുള്ള സമയമായി കഴിഞ്ഞു. ഇനിയും ഞാൻ അതിനെ വൈകിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് എന്റേതായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഞാൻ ഇതാക്കാൻ പോകുന്നത്? ആൻഡ് ഐ കെയിം ഔട്ട് ഓഫ് മൈ ഷെൽ
ആൻഡ് ടുഡേ ഐ എം ഹിയർ. ഞാൻ ഭയങ്കരമായിട്ട് എവിടേക്കോ എത്തി എന്നല്ല ഞാൻ പറയണത്. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഈ വീട്ടിലെ ഒരു പണിയും വേണ്ട വെച്ചിട്ടില്ല. കുടുംബത്തിൽ വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ മക്കൾക്ക് സ്കൂളുള്ളപ്പോൾ രാവിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എണീറ്റ് ചെയ്യാറുള്ളത്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് അവർക്ക് കൊണ്ടുപോകുന്നത് തൊട്ട് എല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അവരെ വിളിക്കാൻ ഞാൻ തന്നെയാ പോണത്. രാത്രി ഞാൻ ഈവന്റിന് പോകുന്നതിന് മുമ്പ്, എനിക്ക് ജോലിക്ക് പോണതിന് മുമ്പ് രാത്രി അവർക്ക് വേണ്ടത് മുഴുവൻ ആക്കി ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും, ഒരു കുടുംബത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും. ഇതപ്പോ ഇപ്പൊ മനു തീരെ വയ്യാണ്ട കിടന്നു. 10 ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇതപ്പോ മനുവിനെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി തിരിച്ചു വന്ന്, ഇതിനൊന്നും ഞാൻ കണ്ണേട്ടനെ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ കണ്ണേട്ടനെ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. അപ്പോ കണ്ണേട്ടൻ വരണ്ട കേട്ടോ, ഞാൻ നോക്കിക്കോളാട്ടോ കണ്ണേട്ട സമാധാനമായിട്ട് അവിടെ ഇരിക്കൂ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. ഇത്രയെങ്കിലും സമാധാനമായിട്ടുള്ള രീതിയിൽ തന്റെ അടുത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ നോക്കുന്നില്ലേ? സോ ഇതൊക്കെയാണ് ഞാൻ നേടിയെടുത്തിട്ടുള്ള എന്റെ കോൺഫിഡൻസ്. സോ ലുക്സ് അതിൽ വെച്ചിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം, നിങ്ങൾക്ക് പോവാം. ഒരു ആളും തടസ്സം പറയില്ല. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. എന്നെ സ്നേഹിക്കുന്ന ഈ ആൾക്കാരോട് ഒരുപാട് എന്റെ കുടുംബത്തിനോട് എനിക്ക് മതി. എനിക്ക് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ സന്തോഷമാണ്. എനിക്ക് ആരെയും എനിക്ക് എവിടെ കയറിയിട്ടും പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ് എന്റേതായിട്ടുള്ള ലോകത്തില്. ഓക്കെ, സോ ഈ ഒരു ഡയലോഗും ഈ ഒരു കാര്യങ്ങളും ഇനിയെങ്കിലും വേറൊരു സ്ഥലത്ത് പോയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ ശരി മക്കളെ, കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഇപ്പൊ പോയാലേ റോഡ് പിടിക്കാൻ പറ്റുള്ളൂ. ഹൈവേയിൽ നല്ല ട്രാഫിക് ഉണ്ടാവും. ഞാൻ പോട്ടെ. ഇനി വരാൻ എന്തറിയോ, ഈവന്റ് തുടങ്ങാൻ 6 മണിക്ക് തുടങ്ങും കൃത്യമായിട്ട്. ഇപ്പൊ ഇതാ സമയമായി, ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാറിൽ എടുത്ത് വെക്കണം, എന്നിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ ശരി, ഞാൻ കാണാം വീണ്ടും ഒരു പുതിയ വീഡിയോയില് നമുക്ക് കാണാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് എപ്പോഴും എന്നെ സ്നേഹിക്കുന്നതിന്. താങ്ക് യു, ബൈ ബൈ.